ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ടേബിളും നമ്മുടെ കബോർഡും ഒക്കെ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. എവിടെ എന്തെന്നൊന്നും അറിയാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ടേബിളും ക്രാഫ്റ്റ് കബോർഡൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാമെന്ന് വെച്ചാൽ അതിനായിട്ട് എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലത്തെ ബിസ്ക്കറ്റിൻ്റെയും സംഭവങ്ങളൊക്കെ ഉള്ള കാർഡ്ബോർഡ് ബോക്സുകളുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലത്തെ ബിസ്ക്കറ്റിൻ്റെ ബോക്സ് ആണെങ്കിൽ ഈ എൻഡ് ഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവിടെയാണ് നമ്മൾ തുറക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നമ്മൾ ഒട്ടിച്ച് എടുക്കുക. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ആ ഒരു ഭാഗം ഓപ്പൺ ആക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ഭാഗം നിർത്തിയിട്ട് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനിത് ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് കട്ടിയുള്ള ബോക്സുകളാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു എൻഡ് ഭാഗം കീറി പോവാതിരിക്കാനായിട്ട് വീണ്ടും നമ്മൾ ഈ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ചുറ്റിനും ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ എക്സസ് ആയിട്ട് കുറച്ച് ഭാഗം മുകളിലോട്ട് നിർത്തിയിട്ടാണ് ഒട്ടിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒന്ന് ഓർഗനൈസിങ് ഐഡിയ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഓരോന്നിലോട്ടും നമ്മൾ ഓരോന്നായിട്ട് ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് വലിയ ബോട്ടിൽ പെയിൻറ്റുകളൊക്കെ അതുപോലെ ഗ്ലൂ അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് എടുക്കാമല്ലോ കാണാമല്ലോ എന്ന് വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ വലിയ ബോട്ടിൽസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോക്സസ് ആണ്. ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉള്ളതാണ്. പെയിൻറ്റ് നോക്കുമ്പോൾ എപ്പോഴും ഞാനിതാണ് കേട്ടോ എടുത്ത് വയ്ക്കാറ്. അപ്പോൾ ഇതേപോലെ ബോക്സസിലാക്കിയിട്ട് പെയിൻറ്റുകൾ ഓരോന്നുമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് എടുക്കാത്ത പെയിൻറ്റുകളാണ് കേട്ടോ. പിന്നെ കുറച്ച് കോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ഒന്ന് അതിലിട്ടു. പിന്നെ കോൺസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കാമെന്ന് വെച്ചിട്ട് വേറൊരു ബോക്സ് എടുത്തിട്ട് അതിലോട്ട് കോൺസ് മാത്രമാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കി. പിന്നെ അതെല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ട് ഒരുപാട് ബോക്സസ് വെക്കുന്ന അത്ര നല്ലതല്ലോ വെച്ചിട്ട് ഇതേപോലെ ബോക്സസിലാക്കി ഇതേപോലെ കുറേ ആക്കി നമ്മളിതാ സെറ്റ് ചെയ്തു. ഇതേപോലെയാണ് സെറ്റ് ചെയ്തത്. ഓരോ ബോക്സസിലും ഓരോന്നാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോക്സസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിവിടെയൊക്കെ ഫുഡൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ ട്രാൻസ്പെറൻറ്റ് ബോക്സസ്. പിന്നെ കാർഡ്ബോർഡ് ബോക്സസ് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടാണ് ബാക്കിലിരിക്കുന്നത്. അപ്പോൾ അതെല്ലാതും എന്താണെന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കി നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല ഈസിയാണ്. അപ്പോൾ ഇതേപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് സ്റ്റാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും. ഇത് കുട്ടികൾക്കാണെങ്കിൽ ബുക്ക് ഷെൽഫിലും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. ഇതുപോലെ കുറച്ച് ബോക്സസ് ഒന്നിന് മുകളിൽ ഒന്ന് സ്റ്റാക്ക് ചെയ്തിട്ട് ഇതേപോലെ വെക്കുക. പിന്നെ വലുതൊക്കെ ആണെങ്കിൽ അതിലിതാ ഒരുപാട് അടക്കി വെക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ.